ഞാൻ എന്റെ കണക്കൂട്ടിലാണെങ്കിൽ ഒരു 15 പാർട്ടി കാണുള്ളൂ. ഒരു 15 പാർട്ടി 15 പാർട്ടി നമുക്കെതിരെ കാണും. പക്ഷെ ജോക്കി പറയണ ഒരു പോയിന്റ് ഉണ്ട്. ജോക്കി ഇപ്പം നിന്ന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യണ്ടേ. അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, JDP BVK അലയൻസ് ചെയ്യാൻ പറ്റുമോ? അലയൻസ് ആണ് ഇപ്പൊ ഞാൻ കൂടെ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഒരു ഗ്യാങ്ങിന്ന് രണ്ടാൾക്കാര് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടതാ പറയത്തോ. രണ്ട് സ്ഥാനാർത്ഥി ഇല്ല ചന്ദ്ര, രണ്ട് സ്ഥാനാർത്ഥി ഇല്ല. BVK ഈ വട്ടത്തെ മേയർ ഇലക്ഷന് മത്സരിക്കുന്നില്ല. അലയൻസ് ആവാനാണ് പറയുന്നത്. അതായത് മേയർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുന്നോട്ടുള്ള കാര്യമാണ് പറയുന്നത്. ജോക്കി ഞാൻ ഇത് പറയണ ഒരു കാര്യം ജോക്കി ശ്രദ്ധിക്കും. ജോക്ക് ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ജോക്കി ജസ്റ്റ് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഗ്യാങ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതൊരു പാർട്ടി ആയിട്ട് ബാക്കിയുള്ള ഗ്യാങ്ങിലെ മെമ്പേഴ്സിനെയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരായിട്ട് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം, കുറെ കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാം. ഞാൻ സീരിയസ് ആയിട്ട് പറയാം ജോക്കി, പാർട്ടി മീറ്റിംഗ് ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെളിയിലുള്ള ഗ്യാങ്ങിൽ നിന്നും സംസാരിക്കാൻ താല്പര്യമുള്ള ഗ്യാങ്ങിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് വരും. അപ്പൊ അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നല്ല കുറെ സിറ്റുവേഷൻസ് കൊണ്ടുപോകാം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു പാർട്ടി മീറ്റിംഗ്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഏത് ഗ്യാങ് മെമ്പറിനോ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബ്ചാർ വെട്രിക്കഴകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയിച്ചിട്ട് ഈ പാർട്ടിയുടെ പ്രചരണ പരിപാടി ഫുള്ള് ബോബ്ചാർ നോക്കിക്കോളാന്നാണ് ബോബ്ചാർ പറയുന്നത്. ഞാൻ ഓക്കെ ജോക്കി, എന്നാ ഞാൻ ഒരു ജോക്കിയുടെ തൊറ്റ കാര്യം ചോദിക്കട്ടെ. ജോക്കി അപ്പൊ ജോക്കിയുടെ ഇതിന്റെ പാർട്ടിയുടെ പേര് JDP ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നു എന്ന് വിചാരിച്ചോ? JDP ജയിച്ചതിന് ശേഷം BVK വേണ്ടി പ്രവർത്തിക്കാൻ ബോബ് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും ജോക്കിയുടെ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സും അലയൻസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഈ സിറ്റിയിലെ പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഇതാക്കും. അപ്പം ആ പാർട്ടി BVK പ്രൊമോട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ബോബിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാലും മേയർ ആവുകയാണെങ്കിൽ ബോബാണ് പ്രസിഡന്റോ അങ്ങനത്തെ തസ്തികയ്ക്ക് നിൽക്കുന്നത്. ആക്ച്വലി ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട് ജോക്കി. അവൻ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ജോക്കി ചെയ്യുന്നില്ല. ജോക്കി കോമ്പറ്റീഷൻ വെക്കാൻ നമുക്ക് താല്പര്യമില്ല. ചന്ദ്രൻ പോടാ അവിടുന്ന്. ജോക്കി ഞാൻ പറയണ കാര്യം ജോക്കി മനസ്സിലാക്കി. ജോക്കിക്ക് കോമ്പറ്റീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ജോക്കി നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയണ ജോക്കി സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം വേറെയാ. സിറ്റിയിലെ ബാക്കിയുള്ള ഗ്യാങ്ങുകൾ ജോക്കിക്കെതിരെ പാർട്ടി തുടങ്ങും. നമുക്ക് അലയൻസ്ഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയ നമുക്ക് രണ്ട് പാർട്ടിയിലെ മെമ്പേഴ്സിന്റെ കൗണ്ട് വെച്ച് നോക്കിയാൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. സ്ട്രെങ്ത് ഈസ് പവർ ജോക്കി. അത് ചിന്തിക്കും. ഞാൻ അതാ പറയുന്നേ. അത് ബോബ് നല്ല രീതിയിൽ അത് ഇപ്പൊ ഒപ്പോണന്റ് ആയിട്ട് ബോബ് നിൽക്കുവാണെങ്കിൽ തന്നെ ജോക്കി അവനത് നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. ജോക്കി ആയതുകൊണ്ട് മാത്രമാണ് അവൻ അതിനകത്തുനിന്ന് മാറിയത്. മനസ്സിലായ? ജോക്കി ആയതുകൊണ്ട് മാത്രമാണ്. അണ്ണു മേയർ ആവുകയാണെങ്കിലേ നമുക്ക് ഇല്ലീഗൽസ് ഒക്കെ ചെയ്യാൻ പെർമിഷൻ തരുമോ? ഇല്ല. അപ്പൊ ജോക്കി ഇതിന് ശേഷം മേയർ ഇലക്ഷന്റെ ജോക്കിക്ക് വേണ്ടി ഇടവും വലവും ഞങ്ങൾ ഉണ്ടാവും. ഞാൻ ഉണ്ടാവൂല. ഞാൻ ഉണ്ടാവും ജോക്കി. നമ്മളെല്ലാം ടിവിയിൽ എല്ലാരും ഉണ്ടാവും. ചന്ദ്ര, ഞാൻ നിന്നെ ഒരു വ്യക്തിയായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ അത് കഴിയുമ്പോ ഉള്ള കാര്യമാണ് പറഞ്ഞേ. ബോബിന്റെ വഴിക്ക് വിട്ടിട്ട് അവൻ അത് ഫോം ചെയ്തോട്ടെ. എന്നിട്ട് BVKയും നമുക്ക് JDPയും കൂടെ നമുക്കൊരു അലയൻസിൽ ഒരു ഈ സിറ്റി കണ്ടിട്ടില്ലാത്ത രീതിയിലത്തെ ഒരു കിടില പാർട്ടി പരിപാടി അങ്ങ് നടത്താം നമ്മള്. ജോക്കി മറ്റേ അതിനകത്ത് എമ്പുരാനിലെ മറ്റേ പുള്ളിയായിട്ട് വരണം. ടോവിനോ പോലെ ആദ്യം വന്നിട്ട് എനിക്ക് മലയാളം അറിയില്ല അങ്ങനത്തെ സാധനല്ലേ. അത് വന്നിട്ട് ജോക്കി മലയാളത്തിൽ ഒരു മറ്റേ മൂർച്ചയുള്ള വാക്കുകൾ തുപ്പുന്ന ഒരു പ്രസംഗം നമുക്ക് കാച്ചണം.
ആക്ച്വലി ഞാൻ എന്തോന്നറിയോ, നമ്മുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇറ്റാച്ചി സ്നൈപ്പും ഒക്കെയാണ്. പക്ഷെ ഞാൻ ബോബിനെ ഈ ഇലക്ഷന് ഞാൻ ബോബിനെ അങ്ങ് ഏൽപ്പിച്ചു കംപ്ലീറ്റ് ആയിട്ട്. യൂത്ത് ഇവന്മാര് 3 പേരും കൂടെ ഒന്ന് നോക്കി നടത്തിക്കോട്ടെന്ന്. കാരണം 3 പേരും അങ്ങ് നടത്തി കഴിഞ്ഞാൽ തന്നെ യൂത്ത് നമ്മുടെ ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടാണ്, എനിക്ക് കുറച്ച് ഇല്ലീഗൽസ് പരിപാടി സിറ്റിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കിട്ടിയിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഗോഡ് ഫാദറിന്റെ റോള് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. പോയി മറിച്ച് കഴിഞ്ഞ് ഗണ്ണല്ല ഞാൻ പറഞ്ഞത്. അതായത് അണ്ണു ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മേയറായി കഴിഞ്ഞാൽ അണ്ണൂര് നമുക്ക് ഗണ്ണല്ല അല്ലാത്ത ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്തു തരണം. കണ്ണടക്കണം. പോലീസൊക്കെ അണ്ണൂര് ചെലപ്പിടിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നമ്മുടെ കണ്ണല്ല, വേറൊരു ഗ്യാങ്ങിന്റെ കണ്ണെന്ന് വിചാരിച്ചോ. വേറൊരു ഗ്യാങ്ങിനെ കണ്ട. അപ്പൊ ആ കണ്ണ് പോലീസ് പിടിച്ചത് വിചാരിക്കുക. അപ്പൊ അണ്ണു വിളിച്ച് പറയാണ്, ഹലോ ഇവനോട് ഫ്രീ കിട്ടിയതല്ലോ എപ്പോഴും സംസാരിക്കുന്നത് ഇത് അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആലോചിക്കാം. ഇവിടെ സിറ്റിയിൽ എല്ലാരും വിഷയമാണ്. സിറ്റിയില് എല്ലാ ഗാങ്സ് KV വിഷയമാണ്, MX-13 വിഷയമാണ്, ഇടിവെട്ട് സുഗുണം വിഷയമാണ്. നമ്മുടെ TV ഓഡിയൻസ് എല്ലാരും വിഷയമുണ്ട് നിനക്ക്. ഓ പറഞ്ഞേക്കാം. ഓക്കെ പറഞ്ഞേക്കാം. അപ്പം ഇനി ഹാപ്പി 40s, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ 40 വയസ്സായേ എനിക്ക്. മനുഷ്യരൊക്കെ എന്ത് പെട്ടെന്നാ വളരണേ, എന്ത് പെട്ടെന്നല്ലേ മനുഷ്യരൊക്കെ വളരണേ. എനിക്ക് 15 വയസ്സുള്ളപ്പോ പുള്ളിക്ക് 30 വയസ്സുണ്ട്. ഇപ്പൊ പുള്ളിക്ക് ഒരു 40-42 വയസ്സായി. ജോഗി ഹലോ, ഒരു മിനിറ്റ്. സീരിയസ്ലി ചേട്ടാ ചുമ്മാടാ. ജോഗി മെന്നിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും ജോഗി? 35 അല്ലേ? 35. 35ാമത്തെ വയസ്സിലും എന്നാ ഒരു അടിയാടാ. 35ാമത്തെ വയസ്സിൽ അങ്ങ് അടിക്കണ അടിയൊക്കെ കണ്ടാ. അപ്പൊ പറഞ്ഞു നോക്കി. അല്ല ഇവനെ ഇല്ലീഗലിന്റെ അത് നീ പറ. നീ ഇവൻ ഇല്ലീഗലിനെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കി മേയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാ ജോക്കി ജില്ലക്കകത്തെ വിജയാണ്. നമ്മൾ പറയണതൊന്നും ജോക്കി അങ്ങനെ ഒന്നും ചെയ്തു തരത്തില്ല. ജോക്കി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇലക്ഷനിൽ നിൽക്കുമ്പോ തോക്കുന്നത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമല്ലേടാ ചന്ദ്ര. നമുക്ക് ജയിച്ച് നമുക്ക് ഉപകാരം ഉണ്ടാവണ്ടേ? എടാ ചില കാര്യങ്ങളൊക്കെ ജോക്കി കണ്ണടയ്ക്കും. സിറ്റിയുടെ മേയറായിട്ട് ഇപ്പൊ വാസന വിചാരിക്കാം, അണ്ണു സിറ്റിയുടെ മേയറായിട്ട് ഇരിക്കുന്നു. അണ്ണനെ പോലീസ് ജയിലിൽ കൊണ്ടിടുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. അതിലിപ്പോ നാളെക്കാണോ നമ്മുടെ കുടുംബത്തിന്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി ഇൻവോൾവ് ആവാൻ പറ്റൂല. ജോക്കിക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതൊക്കെ പറ്റി മേയറിനുള്ള പവർ ഉണ്ടെന്ന്. എടാ മേയർ ചില കാര്യങ്ങളൊക്കെ ജോക്കി കണ്ണടയ്ക്കും. അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അടപ്പിക്കാം. ജോക്കിയുടെ കണ്ണടയൂല്ലേ ജോക്കി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പണ്ട് മുതലേ പൊട്ടനാണോ അതോ ഗ്യാങ് കേറി കഴിഞ്ഞിട്ട് പൊട്ടനായതാണോ? ഇവന് ഞാൻ പറഞ്ഞില്ലേ, ഇവന് ബുദ്ധി ഇല്ലാത്ത കൂട്ടത്തിലേ ഇവൻ പണ്ടേ. ഇവനെ കൊച്ചിലെ അനാഥാലയത്തിൽ അവർക്ക് കിട്ടുമ്പോ അവരെന്തോ പറയുന്നത്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവന് മാത്രം വെയിറ്റ് കുറവായിരുന്നു ഒന്ന് കുറച്ച്. കാരണം തലക്കകത്തൊന്നുമില്ല, ബ്രെയിൻ ഇല്ലായിരുന്നല്ലോ. ഇതിന്റെ ഒരു വെയിറ്റ് കുറവുണ്ടായിരുന്നു ഇവന്. എപ്പോഴും പറയും പള്ളിയിലെ ഫാദർ എപ്പോഴും പറയും അവനാണ് കിട്ടിയ സമയത്ത് ഇവന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. അതാ പറഞ്ഞേ, പുള്ളിക്ക് ആ പണ്ടിട്ടുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും ജോക്കി? മനസ്സിലാവണ്ടേ? ചന്ദ്ര എന്താണ് കോൺവെർസേഷൻ? അണ്ണാ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, എന്നെ ആരും വിഷ് ആക്കിയില്ല അണ്ണാ. ബ്ലൈൻഡ് ഓപ്പി മോനെ മെനി ഹാപ്പി ബർത്ത്ഡേ ഗയ്സ്. അവനെ ആരും വിഷ് ചെയ്തില്ല, ഒന്ന് വിഷ് ചെയ്ത ഗയ്സ് അവനെ. ബ്ലൈൻഡ് ഓപ്പി മോനെ മെനി ഹാപ്പി ബർത്ത്ഡേ ബ്രോ. വ്യക്തിപരമായ താല്പര്യമാണ് ഈ പാർട്ടി ആൾക്കാർ ജയിപ്പിക്കുന്നത്. അവസാനം വ്യക്തിപരമായ താല്പര്യമാണ് അത്.
എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ വോട്ട് ചെയ്തതൊക്കെ നിന്റെ ഇഷ്ടമാണ് ചന്ദ്ര. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ടി വി എന്ന് ഒരാള് നിൽക്കുന്ന സമയത്ത് നമ്മളെ ജയിക്കണോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ച് ജയിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഞാൻ തോപ്പിക്കട്ടാണ് നീ അങ്ങ് തോപ്പിക്ക്. ഉറപ്പാണേ. ജോഗി ഒരു മിനിറ്റ് ഒന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നത് ജോക്കി ഒറ്റ ബുദ്ധിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കയ്യില് നാട്ടുകാരെ പറ്റിച്ച് ഇഷ്ടം പോലെ കാശുണ്ട്. ഇലക്ഷന്റെ തലേന്ന് എല്ലാവർക്കും പൈന്റും ഉടുപ്പും ലാപ്ടോപ്പും ഒക്കെ കൊടുത്ത് ആരാ? സ്റ്റാഫ് ഗുരു. ജോക്കി സ്നാപ് ഗുരു ഒക്കെ ശരിയാ, ഫണ്ട് ഓക്കെ, എനിക്ക് മനസ്സിലാവും. പക്ഷെ ഉരുട്ട് ബുദ്ധിയിൽ ഇവൻ കുറച്ച് സീനാണ് ജോക്കി. എനിക്ക് ഇവനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുവാ. ഞാൻ പറഞ്ഞു ആ കാര്യത്തിൽ അവൻ ഇച്ചിരി പ്രശ്നക്കാരനാ. അവനെ അധികം അങ്ങ് വെറുപ്പിക്കേണ്ട. ഒരു ഡീസന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതാക്കാം. ഹലോ, ഇങ്ങോട്ട് വന്ന വേറൊരു കാര്യമുണ്ടോ?